ഗുഡ് ഈവനിങ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ പോലെ തന്നെ വളരെ അധികം ടാക്റ്റിക്കലായിട്ടുള്ള മറ്റൊരു പൊസിഷനും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പൊസിഷൻ പറയാം. വൈറ്റ് കിങ് D1 ഡേവിഡ് 1, വൈറ്റ് ക്വീൻ A5, വൈറ്റിന് 2 റൂക്കുണ്ട്, റൂക്ക് H1 ആൻഡ് റൂക്ക് G1. പിന്നെ വൈറ്റിന് 2 പോൺസാണുള്ളത്, പോൺ A4, പോൺ B4. ബ്ലാക്കിൻ്റെ കിങ് B1, ബ്ലാക്ക് ക്വീൻ C3, ബ്ലാക്കിന് 4 പോൺസാണുള്ളത്, പോൺ D3, B5, A6, B7. ഇത്രയും പീസസ് ആണ് ടോട്ടലി ഉള്ളത്. ഈ ഒരു പൊസിഷൻ കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ബ്ലാക്ക് ടു പ്ലേ ആണെങ്കിൽ ബ്ലാക്കിന് നെക്സ്റ്റ് 1 മൂവിൽ മെയ്റ്റാണ്. ക്വീൻ C1 ചെക്ക് കൊടുത്താൽ അത് വൈറ്റ് ലോസ് ആവും. അപ്പോൾ ഇവിടെ വൈറ്റ് ടു പ്ലേ, ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ടു പ്ലേ വിൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എല്ലാവരും ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, നമുക്ക് സൊല്യൂഷനിലോട്ട് പോകാം. ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് നെക്സ്റ്റ് മൂവിൽ ക്വീൻ C1 ചെക്ക് മേറ്റ് ത്രെഡാണ്. ഇത് ബ്ലോക്ക് ചെയ്യാനൊന്നും വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇവിടെ വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. കിങ്ങിന് മൂവ് ചെയ്യാൻ യാതൊരു സ്പേസും ഇല്ല, പിന്നെ റൂക്കിന് മൂവ് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് ഓൺലി 1 ഓപ്ഷനാണ്. ഇവിടെ എന്ത് ചെയ്യാം, ക്വീൻ C7 കളിക്കുക. ഇത് മാത്രമേ ഇവിടെ മൂവ്മെൻ്റ് ഉള്ളൂ. ഇവിടെ ക്വീൻ C7 കളിക്കുന്നു. ഇവിടെ ക്വീൻ B3 പോലത്തെ ചെക്കുകളൊന്നും വർക്ക് ചെയ്യുമോ? ക്വീൻ B3 പോലത്തെ ചെക്കുകളൊന്നും വർക്ക് ചെയ്യില്ല, കാരണം കിങ് D2 കളിക്കുമ്പോൾ ഇവിടെയും ചെക്കാണ്. കിങ് D2 കളിക്കുമ്പോൾ കിങ് A2 മാത്രമേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, അവിടെ റൂക്ക് A1, അപ്പോൾ തന്നെ ചെക്ക്മേറ്റും ആവും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വീൻ C7 എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റ് കളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്ലാക്കിനെ ഫോഴ്സ്ഫുള്ളായിട്ട് ക്യൂൻ എടുപ്പിക്കുകയാണ്. യെസ്, കറൻ്റ്ലി അങ്ങനെ ബ്ലാക്ക് ക്യൂൻ എടുത്തിരിക്കുന്നു. ഇവിടെ വൈറ്റ് കളിക്കുന്നു, കിങ് D2 കളിച്ചുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു. റൂക്ക് ഉപയോഗിച്ച് ചെക്കാണ്. ഇവിടെ ക്യൂൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ മൂവ് ചെയ്യാം. ക്യൂൻ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല, കാരണം എന്താ, ക്യൂവിനെ വെട്ടി വീണ്ടും ചെക്ക് വരും. അപ്പോൾ കിങ്ങിനെ B2 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ A2 മൂവ് ചെയ്യാം. ഇവിടെ സംഭവിക്കാൻ നോക്കാം. ഇവിടെ A2 മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് A1 ചെക്ക്, കിങ് B2, H1 റൂക്ക് B1 ചെക്ക് കൊടുക്കുമ്പോൾ എന്താവും, ചെക്ക് മേറ്റ് ആവും. ശരിയല്ലേ? ഇങ്ങനെ H1 റൂക്ക് B1 വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. ഇനി കിങ് A2 കളിക്കുന്നതിന് പകരം കിങ് B2 കളിച്ചാലും നടക്കാൻ പോകുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് റൂക്ക് B1 ചെക്ക് കൊടുക്കും, അവിടെ കിങ് A2 പോയാൽ റൂക്ക് A1 ചെക്ക് കൊടുക്കും. കിങ് B2 ഇതിന് തിരിച്ചു വന്നാൽ H1 റൂക്ക് B1 ചെക്ക് കൊടുക്കുമ്പോൾ അത് ചെക്ക് മേറ്റ് ആവും. അപ്പോൾ ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് കിങ് D2 ചെക്കിന് കിങ് B2, ഇവിടെ റൂക്ക് B1 ചെക്ക് തന്നെ വരുള്ളൂ. ഇവിടെ കിങ് A3 കളിക്കുക എന്നുള്ളതാണ്. കിങ് A3 ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ റൂക്ക് A1 ചെക്ക് തന്നെ കൊടുക്കുന്നു. ഉടൻ കിങ് B2 വന്നാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ കിങ് B3 വന്നാലും അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ കിങ് ഇൻറ്റു B4 എടുക്കുന്നു. ഇവിടെ നമ്മൾ റൂക്കിനെ B1 കളിച്ച് H1 റൂക്കിനെ B1 കളിച്ചുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്കിന് 2 ഓപ്ഷനാണുള്ളത്. C5 കയറാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കിങ് A5 പോകാം. അപ്പോൾ ഇവിടെ കിങ് C4 അല്ലെങ്കിൽ C5 കളിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ കിങ് കളിക്കുകയാണെങ്കിൽ തന്നെ C5 കളിക്കുള്ളൂ, കാരണം ഇവിടെ C4 കളിച്ചിട്ട് കാര്യമില്ല. കാരണം റൂക്ക് C1 ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് കിങ് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റൂക്ക് ഇൻറ്റു C7 ക്യൂൻ പോകും. അപ്പോൾ ഇവിടെ കളിക്കുകയാണെങ്കിൽ തന്നെ കിങ് C5 ആയിരിക്കും കളിക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂക്ക് C1 ചെക്ക്, കിങ് D6 B6 പോകും. ഇപ്പോൾ റൂക്ക് ഇൻറ്റു ക്യൂൻ, കിങ് ഇൻറ്റു റൂക്ക്, ഇവിടെ കിങ് ഇൻറ്റു D3 പോൺ. ഇനി ഈ ഒരു ഇൻഡ് ഗെയിം സുഖമായിട്ട് വൈറ്റിന് ജയിക്കാമല്ലോ. സുഖമായിട്ട് തന്നെ വൈറ്റിന് ഈ ഒരു ഇൻഡ് ഗെയിം വിന്നിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടെയും വൈറ്റിന് തന്നെ ആയിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിങ് ഇൻറ്റു B4 കളിക്കുമ്പോൾ നമ്മൾ റൂക്ക് H1 B1 ചെക്ക് കൊടുക്കുമ്പോൾ കിങ് A5 പോയാൽ എന്ത് സംഭവിക്കും, A5 പോകുമ്പോഴാണ് ബ്യൂട്ടിഫുൾ ഫിനിഷ്. A4 പോൺ ഇൻറ്റു B5 പോൺ ടേക്ക് ചെക്ക്. ഇത് ചെക്കാണ്, ഓൺലി 1 ഓപ്ഷൻ, കിങ് ടു B6. ഇവിടെ നമ്മൾ അടുത്ത വണ്ടർഫുൾ ചെക്ക് കൊടുക്കുകയാണ്. B5 പോൺ ഇൻറ്റു A6 പോൺ ചെക്ക്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ C5 കയറിയാൽ അപ്പം തന്നെ റൂക്ക് C1 ചെക്ക് കൊടുക്കും. അതോടുകൂടി ക്യൂവിൻ്റെ തീരുമാനമാവും, എല്ലാം തീരുമാനമാവും. അപ്പോൾ ഇവിടെ ഓൺലി ഓപ്ഷൻ കിങ് ടു A7. ഇവിടെ അടുത്ത ചെക്ക് A6 പോൺ ഇൻറ്റു B7 പോൺ ചെക്ക്. ഓൺലി 1 ഓപ്ഷൻ കിങ് ടു B8. ഇവിടെ റൂക്ക് A8 ചെക്ക് മേറ്റ്. ഇങ്ങനെയുണ്ട് മനോഹരമായിട്ടുള്ള ചെക്ക് മേറ്റ്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.